നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പ്രവാചകന്റെ അറഫ പ്രഭാഷണത്തെ കുറിച്ചാണ് സംസാരിച്ചത്. ആ പ്രഭാഷണത്തിന്റെ ആദ്യത്തെ വാചകത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. ലോകത്തുള്ള സകല മനുഷ്യരുടെയും അഭിമാനത്തെയും സമ്പത്തിനെയും രക്തത്തെയും നമ്മളുടെ സ്വന്തം രക്തം പോലെ, അഭിമാനം പോലെ, സമ്പത്ത് പോലെ വില നൽകാൻ മനുഷ്യൻ പഠിക്കുക എന്നുള്ളതായിരുന്നു പ്രവാചകൻ തന്റെ ജീവിതത്തിന്റെ നിയോഗ ലക്ഷ്യത്തെ അടയാളപ്പെടുത്തിയ പ്രഭാഷണത്തിന്റെ ആദ്യത്തെ വാചകമായിട്ട് പറഞ്ഞത്. ഇനി അതിന്റെ ബാക്കി ഭാഗം. തന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ പുണ്യമായ മക്ക നാട് പോലെ സകല മനുഷ്യരുടെയും ജീവനും അഭിമാനവും രക്തവും സമ്പത്തും ദൈവത്തിന്റെ മുമ്പിൽ പവിത്രമാണ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അലാ കുല്ലു ഷൈഇൻ മിൻ അംരിൽ ജാഹിലിയ്യതി തഹ്ത ഖദമി മൗദൂഉൻ. ജാഹിലിയ കാലഘട്ടത്തിൽ, വിവരമില്ലാതിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ അനുഷ്ഠിച്ചു പോയിരുന്ന സകലമാന മോശമായ പ്രവൃത്തികളും, ജാഹിലിയത്തിന്റെ കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരുന്ന മനുഷ്യനെ ദ്രോഹിക്കുന്ന സകലമാന പ്രവൃത്തികളെയും ഞാനിതാ ഈ അറഫയുടെ മൈതാനിയിൽ നിന്ന് എന്റെ കാൽച്ചുവട്ടിൽ കുഴിച്ചു മൂടുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഇടയിൽ കൊടികുത്തി വാങ്ങിരുന്ന പലിശ എന്ന സംവിധാനത്തെയും ഞാനിതാ എന്റെ കാൽച്ചുവട്ടിൽ കുഴിച്ചു മൂടുകയാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ, അറിവുകേടിന്റെ കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ മനുഷ്യന്റെ കണ്ണുനീര് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വീഴ്ത്തിയ, ഏറ്റവും മ്ലേച്ഛമായ സംസ്കാരങ്ങളിലും ഇടപാടുകളിലും പെട്ട പലിശ എന്ന മോശത്തരത്തെ ഞാനിതാ ഈ അറഫയിൽ നിന്ന് എന്റെ കാൽച്ചുവട്ടിൽ കുഴിച്ചു മൂടുകയാണ്. നിങ്ങൾ വിചാരിക്കണ്ട, എനിക്ക് കിട്ടാനുള്ളത് സകലതും വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് കിട്ടേണ്ട അവസരം വരുമ്പോ ഞാൻ ഇതിനെ നിരോധിച്ചു എന്ന്. ഞാൻ ആദ്യമായി അസാധുവാക്കുന്ന പലിശയുടെ ഇടപാട് എന്റെ സ്വന്തം കൊച്ചാപ്പയായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ പലിശയുടെ ഇടപാടാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് നബിതങ്ങളുടെ സ്വന്തം പിതാവിന്റെ സഹോദരൻ. അദ്ദേഹത്തിന്റെ സമ്പത്ത് സ്വന്തം സമ്പത്ത് പോലെ കൈകാര്യം ചെയ്യാൻ അവകാശമുണ്ടായിരുന്ന പ്രവാചകൻ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ മക്കയിൽ ഏറ്റവും വലിയ പലിശ ഇടപാടുകാരനായിരുന്ന എന്റെ സ്വന്തം പിതൃ സഹോദരന്റെ പലിശയുടെ ഇടപാട് തന്നെ അസാധുവാക്കിക്കൊണ്ട്, പലിശ അള്ളാഹു മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാക്കിയ വൻപാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് പ്രവാചകൻ അറഫയുടെ പ്രഭാഷണത്തിന്റെ രണ്ടാമത്തെ വാചകത്തിൽ പറഞ്ഞു വെക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് മക്കയിലെ ഏറ്റവും പ്രശസ്തനായിരുന്ന പലിശ ഇടപാടുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പലിശയെ, കിട്ടാനുള്ള പലിശയെ പൂർണ്ണമായി അറഫയിലെ പ്രസംഗത്തിലൂടെ അസാധുവാക്കിക്കൊണ്ട് ഇന്നത്തെ കണക്കനുസരിച്ച് അന്ന് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് ലഭിക്കാനുണ്ടായിരുന്ന പലിശയുടെ കണക്കിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ കോടികൾ വരും പലിശ മാത്രം കിട്ടാനുള്ളത്. പലിശയുടെ ഇടപാടിനെ ഹിജ്റയുടെ 10-ാം വർഷം തന്റെ ജീവിതത്തിന്റെ നിയോഗ ലക്ഷ്യത്തെ അടയാളപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ ഭൂമിയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് സ്വർഗം നേടാനുള്ള തന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ നൽകുന്ന കൂട്ടത്തിൽ രണ്ടാമത്തെ വാചകത്തിൽ തന്നെ സ്വന്തം പിതാവിന്റെ സഹോദരന്റെ പലിശയെ അസാധുവാക്കിക്കൊണ്ട്, ഇനി നിങ്ങൾ നടത്തിയ സകല പലിശ ഇടപാടുകളെയും ഞാനിതാ ഇവിടെ അസാധുവാക്കുന്നു. ഫലക്കും റൂസു അംവാലിക്കും ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ കടമായി കൊടുത്ത മുതൽ തിരിച്ചു വാങ്ങാം. ഇനി കടം കൊടുത്തതിന്റെ പേരിൽ അധികമായി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പലിശയും തിരിച്ചു വാങ്ങാൻ പാടില്ല എന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, അറഫയുടെ പ്രസംഗത്തിലാണ് ഇത് പറയുന്നത്. അറഫയുടെ പ്രസംഗം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗം. അതിന്റെ തുടക്കത്തിൽ തന്നെയാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. അതും സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ അള്ളാഹു പഠിപ്പിച്ച സാമ്പത്തിക വിശുദ്ധിക്ക് തുടക്കമിട്ടുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു വെക്കുകയാണ്. ലോകത്ത് ഇന്ന് വരെ മനുഷ്യരാശി കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മോശമായ ആയിരക്കണക്കിന് മനുഷ്യരുടെ കണ്ണുനീർ തുള്ളികൾ
ശാപങ്ങൾ, വേദനകൾ ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു തന്ന സമ്മാനിച്ച മനുഷ്യൻ ഇന്ന് വരെ ജീവിതത്തിൽ സ്വീകരിച്ചതിൽ ഏറ്റവും മോശമായ സാമ്പത്തിക ഇടപാടാണ് പലിശ അധിഷ്ഠിതമായ സാമ്പത്തിക ഇടപാട്. പലിശ പാടില്ല, അത് തെറ്റാണ്. അത് ജീവിതത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും കടുത്ത പാതകങ്ങളിൽ ഒരു പാതകമാണ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്ത് മനുഷ്യന് നന്മ പഠിപ്പിക്കാൻ വന്നിട്ടുള്ള ഏതെല്ലാം ആചാര്യന്മാരുണ്ടോ, ഏതെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ മഹാന്മാരായ മനുഷ്യരുണ്ടോ, അവരൊക്കെ അവരുടെ ജനതയ്ക്ക് നൽകിയിരുന്ന ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശമായി പലിശ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ലോകത്ത് വന്ന പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങൾ, യഹൂദ മതം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉപദേശ പുസ്തകങ്ങളിൽ, ബൈബിളിന്റെ പഴയ നിയമങ്ങളിൽ, തോറയിൽ, ആവർത്തന പുസ്തകങ്ങളിൽ ഒക്കെ പലിശ അധിഷ്ഠിതമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പിൽ മ്ലേച്ഛനാണ് എന്ന് പറഞ്ഞിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ തന്നെ യഹൂദികളെ കുറിച്ച്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന സ്ഥലത്ത് പറഞ്ഞു, വഖദ് നുഹു അൻഹു വഖദ് നുഹു അൻഹു വഅഖ്ലിഹിമുർ റിബ വഖദ് നുഹു അൻഹു. അവര് സമ്പത്ത് കടം കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് പലിശയുടെ ഇടപാട് നടത്തി അമിതമായി ലാഭം അവരുണ്ടാക്കിയിരുന്നു. അള്ളാഹു അവരെ അതിൽ നിന്ന് തടഞ്ഞതായിരുന്നു. പിന്നെ കാലഘട്ടം മാറി വന്നതനുസരിച്ച് പലിശയുടെ ഇടപാട് നിങ്ങൾ നടത്താൻ പാടില്ല എന്ന് തോറയിലെ പുസ്തകങ്ങളിൽ മോശ പ്രവാചകനിലൂടെ ദൈവം നടത്തിയ കൽപ്പനകളെ യഹൂദികളിൽ നിന്ന് പലിശ വാങ്ങാൻ പാടില്ല എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് യഹൂദികൾ അല്ലാത്ത മനുഷ്യരിൽ നിന്ന് പലിശ ഇടപാട് നടത്താൻ യഹൂദികൾ തുടങ്ങി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ലോകത്ത് പലിശ അധിഷ്ഠിതമായ ബാങ്കിംഗ് സംവിധാനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് യഹൂദ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ദൈവത്തിന്റെ കൽപ്പനകൾ തോറയിൽ പല ഭാഗങ്ങളിൽ ആവർത്തിച്ച് പലിശ നിഷിദ്ധമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും അത് യഹൂദികളായ ജനങ്ങൾക്ക് കടം നൽകുമ്പോൾ അവരിൽ നിന്ന് പലിശ വാങ്ങരുത്, അല്ലാത്തവരിൽ നിന്ന് വാങ്ങാമെന്ന വ്യാഖ്യാനത്തിലൂടെ അതിനെ അവർ മറികടന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ലോകത്ത് ഏതാണ്ട് 1000 വർഷക്കാലത്തോളം നിലനിന്നിരുന്ന ജൂതവിരോധം, ആന്റിസെമിറ്റിസം, ഹിറ്റ്ലർ ജൂതരെ 2ാം ലോക മഹായുദ്ധത്തിൽ കൂട്ടക്കൊല നടത്തുന്നത് വരെ യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവൻ നിലനിന്നിരുന്ന ആന്റിസെമിറ്റിസത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അന്വേഷിച്ചു പോയാൽ അന്ന് ലോകത്തുണ്ടായിരുന്ന ക്രൈസ്തവർ അടക്കമുള്ള എല്ലാ മതവിഭാഗത്തിലും പലിശയുടെ ഇടപാട് നിഷിദ്ധമായിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ കൽപ്പനയെ യഹൂദികളിൽ നിന്ന് മാത്രം പലിശ വാങ്ങാൻ പാടില്ല എന്ന് വ്യാഖ്യാനിച്ച് മറികടന്ന് തങ്ങളുടെ സമ്പത്ത് കൊണ്ട് കൊള്ളലാഭം ഉണ്ടാക്കുന്ന യഹൂദികളുടെ ചെയ്തികളോടുള്ള അസൂയയും വെറുപ്പുമായിരുന്നു ആന്റിസെമിറ്റിസം ലോകത്ത് വളരാൻ കാരണമെന്ന് ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്രൈസ്തവ വേദങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ബൈബിള് പഴയ നിയമം പല സ്ഥലങ്ങളിലും പലിശ നിഷിദ്ധമായിരുന്നു എന്ന് തുടങ്ങുന്ന ദൈവത്തിന്റെ വചനങ്ങൾ കാണാൻ സാധിക്കും. ഒരു കാലത്ത് പലിശയുടെ ഇടപാടുമായി ബന്ധപ്പെടുന്ന മനുഷ്യൻ, ക്രിസ്ത്യാനിയായ മനുഷ്യന് മരണസമയത്ത് നൽകപ്പെടുന്ന അന്ത്യകൂദാശ നൽകുകയില്ല എന്ന് ക്രിസ്ത്യൻ കൗൺസിലുകൾ തീരുമാനിച്ചിരുന്ന ഒരു കാലഘട്ടം ലോകത്തുണ്ടായിരുന്നു. ഇന്ത്യയിൽ ജീവിച്ച, ഇന്ത്യയിൽ വളർന്നു വന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ച ഗൗതമ ബുദ്ധന്റെ അധ്യാപനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ പലിശയെ നിശിതമായി വിമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഗ്രീക്ക് തത്വശാസ്ത്രത്തിൽ ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയിരുന്ന അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ പോലുള്ള ആളുകളുടെ ഉപദേശങ്ങളിൽ, ജനങ്ങൾ നന്നാവണമെന്ന ആശ കൊണ്ട് അവർ നടത്തിയ ഉപദേശങ്ങളിൽ പലിശ നിഷിദ്ധമാണ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തെല്ലാ മതങ്ങളിലും എല്ലാ മതഗ്രന്ഥങ്ങളിലും അതിന്റെ ആചാര്യന്മാർ ശക്തമായ താക്കീത് പലിശക്കെതിരെ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇന്ന് നമ്മളും പരിശുദ്ധ പ്രവാചകന്റെ അവസാനത്തെ പ്രസംഗത്തിലെ പ്രഖ്യാപനത്തെ പല കുതന്ത്രങ്ങൾ കൊണ്ട് മറികടന്ന് പലിശയുടെ പുതിയ ലോകത്തേക്ക്, പുതിയ പേരിട്ട് വിളിക്കുന്ന പുതിയ സംവിധാനങ്ങളിലേക്ക് ലോകത്ത് വന്ന പല മതങ്ങളും പല ആചാര്യന്മാരുടെയും ഉപദേശങ്ങളെയും കൽപ്പനകളെയും പല കുതന്ത്രങ്ങൾ കൊണ്ട് മറികടന്ന് ഇന്ന് പലിശ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കാത്ത ഒരു ലോക സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായി നാം ഓരോരുത്തരും മാറിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലിശയെക്കുറിച്ച് എത്ര കടുപ്പത്തിലാണ് താക്കീതുകൾ നൽകിയത് എന്ന് ഹദീസുകളിലും പരിശുദ്ധ ഖുർആനിലും നമുക്ക് കാണാൻ സാധിക്കും.
അള്ളാഹുവിന്റെ റസൂല് അറഫയിലെ പ്രഭാഷണത്തിൽ നിന്നുകൊണ്ട് ഇതാ എന്റെ കാൽച്ചുവട്ടിൽ ഞാൻ കുഴിച്ചു മൂടുന്നു ജാഹിലിയത്തിന്റെ സകല വൃത്തികേടുകളും എന്ന് പറഞ്ഞുകൊണ്ട് പലിശയുടെ സകല സംവിധാനങ്ങളെയും റദ്ദാക്കി തന്റെ കാൽച്ചുവട്ടിലേക്ക് കുഴിച്ചു മൂടിയത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പോലെ 1000-ഉം 2000-ഉം ഒക്കെ രാവിലെ പലിശയ്ക്ക് കൊടുത്തിട്ട് വൈകുന്നേരം അതിന്റെ റിട്ടേൺ ആയി 100-50 രൂപ തിരിച്ചു വാങ്ങുന്ന നമ്മളുടെ നാടുകളിൽ കാണുന്ന സാധാരണ ചെറുകിട പലിശക്കാരെയല്ല. കുല്ലു ഖറളിൻ ജറ നഫ്അൻ, താൻ കടം കൊടുത്ത കടത്തിന്റെ പേരിൽ തനിക്ക് കിട്ടുന്ന എന്ത് ലാഭവും പലിശയിൽ പെട്ടതാണ് എന്നും സമ്പത്തിന്റെ വളർച്ചയുടെ അടിസ്ഥാനം ആ സമ്പത്തിന്റെ മേൽ നടത്തുന്ന അധ്വാനമാണ്, അതല്ലാതെ സമ്പത്ത് സ്വാഭാവികമായി വളരുകയില്ല എന്നും പലിശയ്ക്ക് നിർവചനം നൽകിക്കൊണ്ട് നമ്മളുടെ നാടുകളിൽ കാണുന്ന ചെറുകിട പലിശക്കാര് മുതൽ കോടികൾ ഫിക്സഡ് ഡെപ്പോസിറ്റായി ബാങ്കുകളിലേക്കിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് ആളുകളുടെ മുമ്പിൽ അഭിമാനത്തോടുകൂടി ജീവിച്ചുകൊണ്ട് വാങ്ങി തിന്നുന്ന നമ്മൾ അടക്കം പലിശയുമായി നമ്മൾ ബന്ധപ്പെടുന്ന ആധുനിക സംവിധാനത്തിലെ പലിശയുടെ സകല സംവിധാനങ്ങളെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രസംഗത്തിലൂടെ തന്റെ കാൽച്ചുവട്ടിൽ കുഴിച്ചു മൂടുകയാണ്. കുല്ലു ഖറളിൻ ജറ നഫ്അൻ, താൻ കൊടുത്ത കടത്തിന്റെ പേരിൽ തനിക്ക് കിട്ടുന്ന സകല ലാഭങ്ങളും. നമ്മളുടെ നാട്ടിൽ പലിശയാണെന്ന് പോലും ചിന്തിക്കാതെ നമ്മളൊക്കെ സാധാരണ 1,50,000-ഉം ഒക്കെ കടം കൊടുത്തിട്ട് പകരം ഒരു വണ്ടി പണയത്തിന് വാങ്ങും. അത് ആ കാശ് തിരിച്ചു തരുന്നത് വരെ ഉപയോഗിച്ചിട്ട് കാശ് തിരിച്ചു തരുമ്പോ ആ വണ്ടി തിരിച്ചതുപോലെ കൊടുക്കും. 5 ലക്ഷവും 6 ലക്ഷവും കൊടുത്ത് വീട് ഒറ്റയ്ക്ക് വാങ്ങി 5-6 കൊല്ലം അതിൽ താമസിച്ചിട്ട് തിരിച്ച് ആ കാശ് തരുമ്പോ ആ വീട് അതുപോലെ കൊടുക്കും. അള്ളാഹുവിന്റെ റസൂല് പലിശയെ നിർവചിക്കുന്ന സമയത്ത് പറഞ്ഞു, കുല്ലു ഖറളിൻ ജറ നഫ്അൻ, നീ കടമായി കൊടുത്ത സമ്പത്തിന്റെ പേരിൽ നിനക്ക് ലഭിക്കുന്ന എത്ര ചെറിയ ലാഭവും. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂല് പലിശയുടെ നിർവചനം പറഞ്ഞതിനെ പേടിച്ച് അദ്ദേഹത്തിന് കടം തിരിച്ചു നൽകാനുള്ള ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് കടം തിരിച്ചു വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് വെളിയിലെ വെയിൽ കാരണം ആ വീടിന്റെ ഉമ്മറപ്പടിയിലേക്ക് കയറിയിരുന്ന് അല്പം തണല് കൊണ്ടു. പെട്ടെന്ന് ഉമർ ആ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് ഞങ്ങളെ പഠിപ്പിച്ചത് കടത്തിന്റെ പേരിൽ ലഭിക്കുന്ന എത്ര ചെറിയ ലാഭവും അത് പലിശയുടെ സംവിധാനത്തിൽ പെട്ടതാണ് എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഞാൻ ഈ വീടിന്റെ തണലിൽ ഉമ്മറപ്പടിയിലേക്ക് കയറിയിരുന്ന് കൊള്ളുന്ന തണല് പോലും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന ചിന്തയിൽ കടത്തിന്റെ പേരിൽ തങ്ങൾക്ക് ലഭിക്കുന്ന സകല പ്രയോജനങ്ങളെയും സകല ലാഭങ്ങളെയും പലിശയിലേക്ക് എണ്ണിക്കൊണ്ട് കടമായി വാങ്ങുന്ന കാശിന്റെ പേരിൽ അത് വീട് കുറെ നാള് ആ കാശ് തിരിച്ചു കിട്ടുന്നത് വരെ ആ വീട്ടിൽ വാടകയില്ലാതെ താമസിക്കലാണെങ്കിലും ആ വാഹനം വാടകയില്ലാതെ തിരിച്ചാ കാശ് മടക്കി തരുന്നത് വരെ ഉപയോഗിക്കലാണെങ്കിലും സകലതിനെയും പലിശയുടെ പരിധിയിൽ പെടുത്തിക്കൊണ്ടാണ് അറഫയുടെ പ്രസംഗത്തിൽ പലിശയെ തന്റെ കാൽച്ചുവട്ടിലേക്ക് കുഴിച്ചു മൂടുന്നതിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. നമ്മൾ ആലോചിക്കണം, ഇന്ന് ഷെയർ മാർക്കറ്റിലൊക്കെ നമ്മൾ കാണുന്ന പുതിയ പുതിയ പോളിസികൾ, പുതിയ പുതിയ ട്രെൻഡുകൾ, AI ട്രേഡിംഗിന്റെ മറവിൽ നടക്കുന്ന പുതിയ പുതിയ സംവിധാനങ്ങൾ, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ വിൽക്കുന്നത് പോലെ നമ്മളുടെ മുമ്പിൽ ഹലാല് ഇൻവെസ്റ്റ്മെന്റ് എന്ന പേരിൽ നമ്മളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന പലതും ഇന്ന് അള്ളാഹുവിന്റെ റസൂല് 1450 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ കാൽച്ചുവട്ടിൽ കുഴിച്ചു മൂടുന്നു എന്ന് പറഞ്ഞ പലിശയുടെ വിഭാഗത്തിൽപ്പെട്ടതാണ്. പരിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യനോട് നൽകിയ താക്കീതുകളിൽ ഏറ്റവും കടുത്ത താക്കീത് ഏതാണ് എന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ, അല്ലയോ വിശ്വാസികളെ, അല്ലയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ പറഞ്ഞവരെ, അല്ലയോ പള്ളികളിൽ വന്ന് 5 നേരവും മുടങ്ങാതെ പടച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വദറു മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഈ പറയുന്നത് പോലെ, നിങ്ങൾ പ്രഖ്യാപിച്ചതുപോലെ ഷഹാദത്തി കലിമയുടെ ബലത്തിൽ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ബാക്കി മുഴുവൻ പലിശകളെയും നിങ്ങൾ ഉപേക്ഷിക്കണം. ഫഇല്ലം തഫഅലു, നബിയെ പറഞ്ഞു കൊടുക്കണം, അവര് പലിശയുടെ ഇടപാടുകളെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടും യുദ്ധം ചെയ്യാൻ ഒരുങ്ങി നിൽക്കാൻ അവരോട് മുന്നറിയിപ്പ് നൽകണമെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ എത്ര പറഞ്ഞിട്ടും പലിശയുടെ അപകടത്തെക്കുറിച്ച് വകതിരിവ് വരാതെ പലിശയുമായി തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യനോട് അള്ളാഹുവിനോട് യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കാൻ മുന്നറിയിപ്പ് നൽകുന്നതാണ് പരിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യനോട് നൽകുന്ന മുന്നറിയിപ്പുകളിൽ ഏറ്റവും കടുത്ത മുന്നറിയിപ്പ് എന്ന് പണ്ഡിതന്മാർ നമ്മളോട് പറയുന്നു. നമ്മൾ ആലോചിക്കണം, എവിടെയാണ് ഈ പലിശയുടെ അപകടങ്ങൾ? ഇന്ന് ലോകം പലിശ അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറെ മുമ്പ് തന്നെ
ഇത് ഈ ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അപകടമുണ്ടാക്കുമെന്ന് മാറി ചിന്തിച്ച് ബദൽ സംവിധാനങ്ങൾ ലോകത്ത് ഇന്ന് പലതും ഉണ്ടായിക്കഴിഞ്ഞു, വളർന്നു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശങ്ങളിൽ കാണാം, നിങ്ങൾ ഒരു കാലത്ത് പലിശയിൽ നിന്ന് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ വിചാരിക്കും. പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സാമ്പത്തിക ചുറ്റുപാടിലേക്ക് ഈ ലോകം പോകുക തന്നെ ചെയ്യും. അന്ന് ആരെങ്കിലും പലിശയിൽ നിന്ന് സൂക്ഷിക്കണം, രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് മാറി നിന്നാൽ അതിന്റെ കാറ്റെങ്കിലും അവന്റെ ശരീരത്തിൽ അടിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകി. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പലിശയുടെ അപകടത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന സ്ഥലത്ത് പറഞ്ഞു, അല്ലദീന യഅകുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ് ദാലിക ബിഅന്നഹും ഖാലൂ ഇന്നമൽ ബൈഉ മിസ്ലു റിബ. പലിശ ഭക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യൻ നാളെ പരലോകത്ത് അവന്റെ പുനർജന്മത്തിന്റെ വേളയിൽ, മഹ്ശറയിൽ, വിചാരണയുടെ വേളയിൽ പിശാച് ബാധയേറ്റ് ബോധക്ഷയം വന്നവനെ പോലെ ആടിയുലഞ്ഞിട്ടായിരിക്കും പടച്ചവന്റെ മുമ്പിലേക്ക് അവനെ കൊണ്ടുവന്ന് നിർത്തപ്പെടുന്നത് എന്ന് പലിശക്കാരന്റെ പരലോകത്തെ അവസ്ഥയെക്കുറിച്ച് അല്ലാഹു തആല പറയുമ്പോൾ നമ്മൾ ഇന്ന് നമ്മളുടെ ആധുനിക ലോകത്തേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് പലിശ അധിഷ്ഠിതമായി മാത്രം മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ സമ്പദ്ഘടന അതിന്ന് ഒരു തരത്തിൽ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല പിശാച് ബാധയേറ്റവൻ ആടിക്കളിക്കുന്നത് പോലെ പലിശ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ ആടിക്കളിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകി. എങ്കിൽ ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യമാണ്. സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പമാണ്. അഥവാ നമ്മളുടെ കയ്യിലുള്ള പണം, ആ പണം കൊണ്ട് ഒരു നാട്ടിൽ നമുക്ക് ലഭിച്ചിരുന്ന സാധനങ്ങളും ചരക്കുകളും സേവനങ്ങളും ലഭിക്കാതെ വരുന്ന രീതിയിൽ നാട്ടിൽ ലഭിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂല്യം ഉയരുന്നു, കാശ് അങ്ങനെ തന്നെ നിൽക്കുന്നു. 10 കൊല്ലം മുമ്പ് 100 രൂപയ്ക്ക് 2 ലിറ്റർ പെട്രോൾ കിട്ടിയെങ്കിൽ ഇന്ന് അതേ 100 രൂപ ഇവിടെയുണ്ട്, അതിന് 1 ലിറ്റർ പെട്രോൾ പോലും ലഭിക്കാത്ത രീതിയിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം വർദ്ധിക്കുകയും കാശ് അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യുന്നതാണ് ലോകത്ത് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇന്ന് ലോക സമ്പദ് വ്യവസ്ഥയെ തകിടം മറിച്ചിടാൻ കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇൻഫ്ലേഷനാണ്, പണപ്പെരുപ്പം. ഈ പണപ്പെരുപ്പത്തെ കുറിച്ച് ലോകത്ത് ആദ്യം പറയുന്നതും അള്ളാഹുവിന്റെ റസൂലാണ്. വ്യാവസായിക വിപ്ലവത്തോട് അനുബന്ധിച്ച് മാത്രം രൂപപ്പെട്ട ഇന്നത്തെ സമ്പദ്ഘടന, ആ സമ്പദ്ഘടനയെ വീഴ്ത്താൻ അതിന്റെ നിലനിൽപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ പണപ്പെരുപ്പത്തെ കുറിച്ച്, വ്യാവസായിക വിപ്ലവത്തെ കുറിച്ച് പോലും ചിന്തിക്കാൻ പറ്റാതിരുന്ന ഒരു കാലഘട്ടത്തിൽ 7-ാം നൂറ്റാണ്ടിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഖിയാമത്തിന്റെ അടയാളം പറഞ്ഞപ്പോ പറഞ്ഞു, ഈ ലോകാവസാനത്തിന് തൊട്ടു മുമ്പ് നിങ്ങൾ അനുഭവിക്കുന്ന 6 കാര്യങ്ങൾ എണ്ണി പഠിച്ചുകൊള്ളുക. മൂന്നാമതായി പറഞ്ഞു, പണപ്പെരുപ്പം ഉണ്ടാകും, ഇൻഫ്ലേഷൻ ഉണ്ടാകും. ലോകത്തെ വലിയ വലിയ സാമ്പത്തിക ശക്തികളെ മറിച്ചിടുന്ന രീതിയിൽ പണപ്പെരുപ്പം ലോകത്തുണ്ടാകും. ഒരു മനുഷ്യന് 100 ദിർഹം നൽകിയാൽ അവൻ ദേഷ്യം പിടിച്ച് നിൽക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പണ്ടൊക്കെ പള്ളിയിലെ മോദീനെ വിളിച്ച് വീട്ടിൽ മൗലൂദ് ഓതിച്ചാല് 10 രൂപയും 50 രൂപയും കൊടുത്താൽ സന്തോഷത്തോടെ പോയിരുന്നവർക്ക് 100 രൂപയും 500 രൂപയും കൊടുത്താലും അവര് ദേഷ്യത്തോടു കൂടി പോക്കറ്റിലേക്ക് വെക്കുന്ന കാലം. നമ്മുടെ കൊച്ചുമക്കൾക്ക് 100 രൂപയും 500 രൂപയും കൊടുത്താലും ഒന്നുമായില്ല എന്ന ഭാവത്തിൽ അവർ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നു എങ്കിൽ ഒരു കാലമുണ്ടായിരുന്നു 100 രൂപയ്ക്ക് അതിന്റെ വിലയും മൂല്യവും ഉണ്ടായിരുന്ന ഒരു കാലം. നമ്മൾ പോലും ചിന്തിച്ചില്ല 500ഉം 2000ത്തിന്റെയും നോട്ടുകൾ ചില്ലറ മാറിയാൽ ഒന്നിനും തികയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടുമെന്ന് നമ്മൾ പോലും ചിന്തിച്ചില്ല എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അന്നേ പറഞ്ഞു വെച്ചു, 100 ദിർഹം കയ്യിൽ കൊടുത്താലും ഇതുകൊണ്ട് എന്ത് ഉപകാരമെന്ന് തിരിച്ചു ചോദിക്കുന്ന മനുഷ്യനെ നിങ്ങൾ കാണുന്ന രീതിയിൽ ലോകത്തെ മഹാസാമ്പത്തിക ശക്തികളെ മറിച്ചിടുന്ന പണപ്പെരുപ്പം ഖിയാമത്തിന് മുമ്പിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് പണപ്പെരുപ്പമാണ് ലോകത്ത് ഇന്ന് സാമ്പത്തിക ശക്തികളെ മറിച്ചിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യം. ഈ പണപ്പെരുപ്പത്തെ അഥവാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലക്കയറ്റത്തെ എങ്ങനെയാണ് ലോക ശക്തികൾ നിയന്ത്രിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും പലിശ എത്രമാത്രം നമ്മളുടെ സമ്പദ്ഘടനയിൽ അടിയുറപ്പിച്ചിട്ടുണ്ട്, അതിന്റെ അടിവേരുകൾ എത്ര ആഴത്തിലാണ് എന്ന്. വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ചെയ്യാവുന്ന മാർഗങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കണം, വിലക്കയറ്റം അതേപോലെ തന്നെ പണപ്പെരുപ്പം ഒരു നാട്ടിൽ
ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ സമ്പദ്ഘടനയെ പിടിച്ചു നിർത്താൻ വേണ്ടി ലോകത്തെ മഹാശക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ സെൻട്രൽ റിസർവുകൾ കാണും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഫെഡറൽ റിസർവ് ഓഫ് USA, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പോലത്തെ മഹാരാജ്യങ്ങൾ ഈ വിലക്കയറ്റത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പലിശ നിരക്ക്, ഇൻട്രസ്റ്റ് റേറ്റ് ഉയർത്തും. നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് പത്രങ്ങളിലൊക്കെ കാണും RBI റിപ്പോ റേറ്റ് ഉയർത്തി എന്ന്. പലിശ നിരക്ക് ഉയർത്തുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായും പലിശയ്ക്ക് കാശെടുക്കുന്നത് പ്രയാസമാകുന്നതിന്റെ പേരിൽ ആളുകൾ പലിശക്കെടുക്കാതെ വരും. അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന കാശ് ചെലവാക്കുന്നത് കുറയ്ക്കും. മാർക്കറ്റിലേക്ക് സമ്പത്തിന്റെ ഒഴുക്ക് കുറയും. കുറയുന്ന സമയത്ത് ഈ സാധനങ്ങളുടെ ഡിമാൻഡ് കുറയും. അങ്ങനെ ഇതിന്റെ വിലക്കയറ്റത്തെ നിയന്ത്രിക്കും. ഇതാണ് ലോകത്ത് കഴിഞ്ഞ കുറെ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. വിലക്കയറ്റം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു നിൽക്കും. ആ ഇൻട്രസ്റ്റ് റേറ്റിനെ കൂട്ടിയിട്ട് വിലക്കയറ്റത്തെ കുറയ്ക്കും. വീണ്ടും എക്കണോമി സ്റ്റേബിൾ ആകുന്നതിന് വേണ്ടി ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് ആളുകളുടെ കയ്യിലിരിക്കുന്ന കാശ് മാർക്കറ്റിലേക്ക് ഒഴുക്കും. ഇതാണ് ലോക രാജ്യങ്ങൾ, ലോകത്തെ മഹാശക്തികൾ കുറെ കാലമായി വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള മാർഗങ്ങൾ. ഈ മാർഗങ്ങളിലെ അപകടം, ഇനി ഒരു കാലം വരും, എത്ര ഇൻട്രസ്റ്റ് റേറ്റ് മനുഷ്യൻ ഉയർത്തിയാലും ആ റേറ്റിനനുസരിച്ച് ആളുകൾ കടമെടുക്കൽ നിർത്താത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ലോകത്തിന്റെ സമ്പദ്ഘടന ഈ നിലയിൽ പോയാൽ ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ മഹാ അപകടത്തിലേക്ക് പോകുമെന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഇന്നേ നമുക്ക് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ യംഹഖുല്ലാഹു റിബാ വയുർബിസ് സദഖാത്ത്, പലിശയിലൂടെ നിങ്ങൾ കണ്ടെത്തുന്ന സകല സംവിധാനങ്ങളെയും അല്ലാഹു തആല തകർക്കും, നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളെ വളർത്തുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. കൂട്ടത്തിൽ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ പള്ളിയുടെ വരുമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ് നിങ്ങളുടെ മുമ്പിൽ മാസത്തിൽ 4 വെള്ളിയാഴ്ചകളിൽ കൊണ്ടുവരുന്ന ഈ ബക്കറ്റാണ്. ഈ ബക്കറ്റിൽ നിങ്ങൾ ഇടുന്ന കാശ് കൊണ്ടാണ് ഈ പള്ളിയുടെ മറ്റ് ചെലവുകളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും നമ്മളുടെ ബാധ്യതയാണ്. പലിശയെക്കുറിച്ച് പറയുന്ന സ്ഥലത്ത് അല്ലാഹു തആല പറയുന്ന വാക്ക് വയുർബിസ് സദഖാത്ത്, നിങ്ങളുടെ ദാനധർമ്മങ്ങളെ ഇരട്ടി ഇരട്ടിയായി അല്ലാഹു തആല വർദ്ധിപ്പിക്കും. നിങ്ങൾ ഒരുപക്ഷെ മറന്നുപോകും, ഇവിടെ ഇടുന്ന 50-ന്റെയും 100-ന്റെയും ഒക്കെ നോട്ട് 4-5 ആഴ്ച കഴിഞ്ഞാൽ നിങ്ങൾ മറന്നുപോയാലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ പള്ളി സജീവമായിരിക്കുന്നിടത്തോളം കാലം ഇവിടെ നടക്കുന്ന നന്മകളുടെ ഓഹരികൾ നിങ്ങളുടെ മരണശേഷവും നിങ്ങളുടെ ഖബറുകളിലേക്ക് എത്തുന്ന ഒരു നന്മയായിട്ടാണ് നമ്മൾ പള്ളിക്ക് വേണ്ടി ചെയ്യുന്ന ദാനധർമ്മങ്ങളെ പരിശുദ്ധ ഇസ്ലാം പഠിച്ചത്. അതുകൊണ്ട് ഈ പള്ളിയുടെ നിലനിൽപ്പും അതിന്റെ സേവനങ്ങളും അതിന്റെ നടത്തിപ്പും ഇതിലൊക്കെ നമുക്ക് പങ്കാളികളാകാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണ്. നമ്മളുടെ കയ്യിലുള്ളതിൽ ഏറ്റവും ചെറിയ നോട്ട്, കഴിഞ്ഞ ആഴ്ച പ്രസിഡന്റ് പറഞ്ഞു 10-ന്റെ നോട്ട് പള്ളിയിലെ വക്കറ്റിൽ നിരോധിച്ചു എന്ന് പറയാം. നമ്മൾ ഈ 10-ന്റെ നോട്ട് ആകെ ഇടുന്നത് പള്ളിയിലെ വക്കറ്റിൽ മാത്രമാണ്. അത് നമ്മൾ നിർത്തിയിട്ട് ഇത് നമ്മളുടെ കൂടി ബാധ്യതയാണ്. നമ്മളുടെ കൂടി ഖബറിലേക്ക് ഒരിക്കലും മുറിയാത്ത നന്മകളായി എത്തേണ്ടതാണ് എന്ന് വിചാരിച്ച് ഉള്ളതിൽ ഏറ്റവും വലിയ നോട്ട് നമ്മൾ ഇടാൻ ശ്രമിക്കുക. അങ്ങനെ ഇട്ടവരത് ജീവിതത്തിൽ ശീലമാക്കുക എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ അല്ലാഹു തആല പറഞ്ഞു, പലിശ അധിഷ്ഠിതമായി നിങ്ങൾ ഉണ്ടാക്കുന്ന സകല സാമ്പത്തിക വ്യവസ്ഥകളും ഒരിക്കലും സ്റ്റേബിൾ ആയിരിക്കുകയില്ല, അതിനൊരിക്കലും നിലനിൽപ്പുണ്ടായിരിക്കുകയില്ല. ഇൻട്രസ്റ്റ് റേറ്റും റിപ്പോ റേറ്റും ഉയർത്തിയും താഴ്ത്തിയും പണപ്പെരുപ്പത്തെ പിടിച്ചു നിർത്തേണ്ട ഗതികേടിലേക്ക് ലോകത്തിന്റെ സമ്പദ്ഘടനയെ കൊണ്ടെത്തിച്ചത് 19-ാം നൂറ്റാണ്ടിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സ്ഥാപിച്ചത് മുതൽ ഇന്ന് നമ്മളുടെ നാട്ടിൽ കാണുന്ന രീതിയിൽ പലിശ അധിഷ്ഠിതമായ ഇടപാടുകൾക്ക് വ്യവസ്ഥകൾ രൂപപ്പെട്ടത് മുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, പിശാച് ബാധ ഏറ്റതുപോലെ സാമ്പത്തിക വ്യവസ്ഥകൾ മാറി മാറി കളിക്കും. ഇതിന്റെയൊക്കെ അനന്തരഫലം അനുഭവിക്കുന്നത് സാധാരണക്കാരായ നമ്മളാണ്. നമ്മൾ ആലോചിക്കണം, ഈ പലിശയുടെ കടുപ്പത്തെക്കുറിച്ച് എത്ര പറഞ്ഞിട്ടും നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ നമ്മൾ ആലോചിക്കണം, ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിന്റെ നിലവാരം മനസ്സിലാക്കാതെ, അവന്റെ സാമ്പത്തിക അവസ്ഥകൾ മനസ്സിലാക്കാതെ ദൂർത്തിലേക്കും ധാരാളിത്തത്തിലേക്കും മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നതിൽ ഇന്നത്തെ പലിശ വ്യവസ്ഥകൾ, സംവിധാനങ്ങൾ എത്രമാത്രം പങ്കുവഹിക്കുന്നുണ്ട് എന്ന് നമ്മളുടെയൊക്കെ ജീവിതത്തിലെ ഓരോ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകും. ഇന്ന് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ 24 മണിക്കൂറിന്റെ ഇടയിൽ 4-5 പ്രാവശ്യം നമ്മളെ വിളിക്കും ഓരോ ബാങ്കിൽ നിന്ന്, നിങ്ങൾക്ക് ഇത്ര രൂപയുടെ ലോൺ ആയിട്ടുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിക്കൊണ്ട് പോവുക. 1 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്കുണ്ട്. ചില സ്ഥാപനങ്ങളിൽ സാധനം വാങ്ങാൻ പോയാൽ അവിടെ ആളെ നിർത്തിയിരിക്കുകയാണ്, പുറയിൽ നടക്കും, ക്രെഡിറ്റ് കാർഡ് വേണോ? ജീവിതത്തിന്റെ വരവ് ചെലവുകളെ കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാത്ത ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് 50,000-ന്റെയും 1 ലക്ഷത്തിന്റെയും ക്രെഡിറ്റ് കാർഡ് കയ്യിൽ കൊടുക്കും. എന്നിട്ട് പറയും, 1 ലക്ഷം രൂപ നിനക്കൊരു മാസത്തേക്ക് തന്നിരിക്കുകയാണ്, എന്തു വാങ്ങാം, ഈ കാർഡ് കൊണ്ടുപോയി ഉരച്ചാൽ മതി, അടുത്ത മാസം 10-ാം തീയതി ആകുമ്പോൾ ഇത് മുഴുവൻ തിരിച്ചടയ്ക്കണം.
ഇങ്ങനെ ജീവിതത്തെക്കുറിച്ച് വകതിരിവെത്തിയിട്ടില്ലാത്ത യുവാക്കളുടെ കൈകളിലേക്ക് പിടിപ്പിക്കുന്ന ക്രെഡിറ്റ് കാർഡുകളിലൂടെ 10,000-ങ്ങളും ലക്ഷങ്ങളും മാസം ഒരച്ച് ചെലവാക്കി അടയ്ക്കേണ്ട ദിവസത്തിൽ അടച്ചില്ലെങ്കിൽ 45%, 50% പലിശയായി, ഫൈനായി ഈടാക്കി ആ ബാധ്യത വീട്ടിലെ മറ്റുള്ളവർ ഏറ്റെടുക്കേണ്ട അവസ്ഥയിലേക്ക് ഇന്ന് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നവൻ എന്തെങ്കിലും വാങ്ങിയാൽ, വലിയ വീട് വെച്ചാൽ, അത് കണ്ടിട്ട് നമ്മളുടെ ഒടുക്കത്തെ ദുരഭിമാനത്തിന്റെ പേരിൽ അതുപോലെ വീട് പണിയാൻ നമ്മൾ വാങ്ങിക്കൂട്ടുന്ന പലിശ, കടം, അതിന്റെ പേരിൽ നമ്മൾ തിരിച്ചടക്കേണ്ടി വരുന്നത് എത്രയാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഇന്ന് നമ്മളുടെ നാട്ടിലെ ബാങ്കുകളിൽ സാധാരണ ലഭിക്കുന്ന ഭവന വായ്പയുടെ പലിശ നിരക്ക്, വാർഷിക പലിശ നിരക്ക് 8.5 മുതൽ 15% വരെയാണ്. ഗൾഫിലേക്ക് കയറിപ്പോയി 3-4 വർഷം നിന്ന് 10 ലക്ഷം രൂപ ഉണ്ടാക്കി നാട്ടിലേക്ക് വരും. തൊട്ടപ്പുറത്തവൻ 50 ലക്ഷത്തിന്റെ 40 ലക്ഷത്തിന്റെ വീട് വെച്ചു. എനിക്കും അതുപോലെ ഒരു വീട് വെക്കണം, കയ്യിൽ 10 ലക്ഷമുണ്ട്. ബാങ്കിന് ആ പ്രോപ്പർട്ടി എഴുതി കൊടുത്തിട്ട് 40 ലക്ഷം രൂപ 8.5, ഏറ്റവും കുറഞ്ഞ നിരക്ക് തന്നെ ഇരിക്കട്ടെ, 8.5% പലിശയ്ക്ക് 15 വർഷത്തേക്ക് ലോൺ എടുക്കും. 40 ലക്ഷത്തിന്റെ 8.5% ഒരു വർഷം 3,40,000 രൂപ വരും. 15 വർഷം കൊണ്ട് 40 ലക്ഷം രൂപയുടെ വീട് വെക്കുന്നതിന് വേണ്ടി അവനെടുത്ത ഈ കടം തിരിച്ചടക്കേണ്ടി വരുന്നത് 91 ലക്ഷം രൂപയാണ്. 15 വർഷത്തേക്ക് നമ്മളുടെ ദുരഭിമാനത്തിന്റെ പേരിൽ, നമ്മൾ വാങ്ങിക്കൂട്ടുന്ന പലിശയുടെ പേരിൽ നമ്മൾ അറിയാതെ നമ്മളുടെ സമ്പാദ്യത്തിൽ നിന്ന് അടക്കേണ്ടി വരുന്നത് 51 ലക്ഷം രൂപയാണ്. അധികമായി പലിശ ഇനത്തിൽ മാത്രം ഏറ്റവും കുറഞ്ഞ പലിശ നിരക്ക് കണക്കാക്കിയാൽ, ഇനിയെങ്ങാനും ഈ അടവ് ഏതെങ്കിലും ഒരു ദിവസം മുടങ്ങിപ്പോയാൽ തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ മുഴുവൻ ബാങ്കുകാരന്റെ അണ്ണാക്കിലേക്ക് തെള്ളിക്കൊടുത്തിട്ട് ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന മനുഷ്യരെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിന്റെ മുമ്പിൽ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഓരോ മനുഷ്യനും നേരിടേണ്ടി വരും. ലാ തസാലു ഖദമ ബനി ആദമ ഹത്താ യുസ്അല അൻ ഖംസിൻ, കാല് ചലിപ്പിക്കാൻ സാധിക്കുകയില്ല. മിൻ ഐനക്തസബ വഫീമ അൻഫഖ, എവിടെ നിന്ന് സമ്പാദിച്ചു, എവിടെ ചെലവഴിക്കുന്നു. പലിശ ഇനത്തിൽ മാത്രം നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത 51 ലക്ഷം രൂപയുടെ കണക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ ഏത് രൂപത്തിൽ ബോധ്യപ്പെടുത്തുമെന്ന ചിന്ത നമുക്കുണ്ടാകണം. ഈ രൂപത്തിൽ ഇന്ന് പലിശ സംവിധാനങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ജീവിതത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അറഫയിൽ അള്ളാഹുവിന്റെ റസൂല് പലിശയുടെ സകല സംവിധാനങ്ങളെയും എന്റെ കാൽച്ചുവട്ടിൽ കുഴിച്ചു മൂടുന്നു എന്ന് പറയുമ്പോ അള്ളാഹു തആല പലിശ തിന്നുന്നവനെയും തീറ്റിക്കുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവനെയും അത് രേഖപ്പെടുത്തി എഴുതി വെക്കുന്നവനെയും ശപിച്ചിരിക്കുന്നു. കുല്ലുഹും സവാ, എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ തുല്യ കുറ്റക്കാരാണ് എന്ന് ഏറ്റവും കടുത്ത പാതകങ്ങളുടെ കൂട്ടത്തിൽ പലിശയെ അള്ളാഹുവിന്റെ റസൂല് എണ്ണുമ്പോ ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് പലിശയുടെ 1 ദിർഹം തിന്നാൽ അശദ്ദു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ കടുപ്പമാണ്. മിൻ 36 സന്യ, 36 പ്രാവശ്യം ഒരു മനുഷ്യൻ വിഭജിക്കുന്നതിനേക്കാൾ അല്ലാഹുവിന്റെ മുമ്പിൽ കടുപ്പമാണ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിന്റെ നിത്യ ഭാഗമായി, സാധാരണ ഭാഗമായി മാറിയിരിക്കുന്ന ഈ പലിശയുടെ കടുപ്പത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം. ജീവിതത്തിൽ ഗതികേട് കൊണ്ട് അടിയന്തരമായ ചികിത്സയ്ക്ക് വേണ്ടിയോ മറ്റ് അത്യാവശ്യ ഘട്ടത്തിലോ ഗതികേട് കൊണ്ട് ഏതെങ്കിലും പലിശക്കാരന്റെ മുമ്പിലേക്ക് പോയി അവന്റെ ഗതികേട് കൊണ്ട് കൈനീട്ടി പലിശയ്ക്ക് കടമെടുത്തു പോയതിന്റെ പേരിൽ ശരീരത്തിൽ ഒരു ഉറുമ്പ് കടിച്ചാൽ നെഞ്ചു പിടയുന്ന ഒരു പിതാവ് തന്റെ പിഞ്ചു മക്കളുടെ ഇളം ചുണ്ടുകളിലേക്ക് വിഷത്തുള്ളികൾ ഇറ്റിച്ചു കൊടുത്ത് ബാക്കി വരുന്ന വിഷം തന്റെ ഭാര്യയ്ക്കും കൊടുത്ത് താനും കുടിച്ച് ഈ വഞ്ചനയുടെ, ചതിയുടെ, ക്രൂരതയുടെ ലോകത്ത് നിന്ന് വിടവാങ്ങിയ ആയിരക്കണക്കിന് പിതാക്കന്മാരുടെ കഥകൾ നമ്മളുടെ പരിസരത്തുള്ള ഓരോ നാടുകൾക്കും നമ്മളോട് പറയാനുണ്ടായിരിക്കും. നമ്മൾ ആലോചിക്കണം ആ പിതാവിന്റെ മാനസിക അവസ്ഥയെക്കുറിച്ച്. സ്വന്തം മക്കളെ കൊണ്ടുപോയി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് അതേ പുഴയിലേക്ക് ചാടിച്ചത്ത് ഈ പലിശ എന്ന മഹാവിപത്തിന്റെ പേരിൽ തനിക്കുണ്ടായ മഹാനാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു പിതാവിന്റെ മാനസിക അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കണം. തന്റെ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ കിടാങ്ങളെ, തന്റെ പൊന്നോമനകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തലയിലേക്ക് മണ്ണെണ്ണയൊഴിച്ചിട്ട് തീ കൊളുത്തി ഈ ലോകത്ത് നിന്ന് മരണത്തിന് കീഴടങ്ങിപ്പോയ ആയിരക്കണക്കിന് പിതാക്കന്മാരുടെ ചെവി കൊണ്ട് അറഫയിലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനത്തെ കേട്ടാലേ നമുക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കും. 36 വ്യഭിചാരത്തെക്കാൾ അള്ളാഹുവിന്റെ മുമ്പിൽ കടുത്ത പാതകമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ ആലോചിച്ചു നോക്കണം. ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. കാലഘട്ടം, ചരിത്രം അവരെ രേഖപ്പെടുത്താത്ത, ചരിത്രത്തിൽ അറിയപ്പെടാത്ത ചെറിയ മനുഷ്യർ. അവർക്ക് നമ്മളെ പോലെ വലിയ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. 5 സ്റ്റാർ AC യും അത്
നിർത്താതെ ഉപയോഗിക്കുന്നതിന് വേണ്ടി അതിന്റെ മുകളിൽ സോളാർ സംവിധാനങ്ങളും ഒരുക്കണമെന്ന വലിയ ചിന്തകളൊന്നുമില്ല. ആകെയുള്ള 1/2 സെന്റിലും 3/4 സെന്റിലും അടച്ചുറപ്പുള്ള ഓലമേഞ്ഞ ചെറിയ ഒരു കുടില് ഞങ്ങൾക്ക് വേണമെന്ന ചെറിയ സ്വപ്നവും നെയ്തുകൊണ്ട് ജീവിച്ച ആയിരക്കണക്കിന് മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ബാങ്കുകാരന്റെ ജപ്തി നോട്ടീസും പലിശക്കാരന്റെ ഗുണ്ടകളും അവരുടെ വീട്ടിന്റെ മുമ്പിലേക്ക് വന്ന് വീടുകളിൽ നിന്ന് ഇറക്കി വിടുന്ന സമയത്ത് സ്വന്തം മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇനി എങ്ങോട്ട് എന്ന് അറിയാതെ നിന്നുപോയ ആയിരക്കണക്കിന് പിതാക്കന്മാരുടെ മനസ്സുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അറഫയുടെ പ്രഭാഷണത്തെ കേട്ടാലേ നമുക്കിതിന്റെ കനം മനസ്സിലാകൂ, നമുക്കിതിന്റെ ഗൗരവം മനസ്സിലാകൂ. സ്വന്തം വീട്ടിലേക്ക് കയറി വരുന്ന പലിശക്കാരൻ സ്വകാര്യതകളിലേക്ക് കടന്നു കയറി സ്വന്തം ഭാര്യയുടെയും അമ്മയുടെയും മക്കളുടെയും പെങ്ങന്മാരുടെയും മാനത്തിന് വരെ വില പറയുന്ന രീതിയിൽ ഉന്നം വെച്ച് സംസാരിക്കുന്ന സമയത്ത് പ്രതികരിക്കാൻ സാധിക്കാതെ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന നിസ്സഹായരായ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ നിസ്സഹായതയുടെ വേദനയുടെ നിലവിളികളുടെ ഉത്തരം കൂടിയാണ് അറഫയിൽ അള്ളാഹുവിന്റെ റസൂല് തന്റെ കാൽച്ചുവട്ടിൽ കുഴിച്ചുമൂടി എന്ന് പറയുന്ന ഈ മഹാവിപത്ത്. തന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതും പ്രിയപ്പെട്ടതുമായി ഒരു പെണ്ണ് കരുതിയിരുന്ന തന്റെ ചാരിത്രത്തെ പോലും ഈ പലിശയിലൂടെ ഉണ്ടായ നാണക്കേട് മറയ്ക്കുന്നതിന് വേണ്ടി മറ്റൊരുത്തന്റെ മുമ്പിൽ കിടന്നു കൊടുക്കേണ്ടി വരുന്ന ഒരു പെണ്ണിന്റെ മനസ്സ് സഞ്ചരിക്കുന്ന മാനസിക സംഘർഷങ്ങളിൽ നിന്ന് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ 1450 വർഷം മുമ്പ് അറഫയുടെ മലമുകളിൽ കയറി നിന്ന് പ്രസംഗിക്കുന്ന പ്രസംഗത്തെ കണ്ടാലേ നമുക്കിതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വ്യവസ്ഥകളിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെയും കണ്ണുനീര് ഭൂമിയിൽ വീഴ്ത്തിക്കൊണ്ട് നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറക്കുന്ന ഓരോ വറ്റും അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. നമ്മളുടെ നന്മകൾ സ്വീകരിക്കാതാകും, നമ്മളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാതാകും എന്ന് മാത്രമല്ല, പലിശയെക്കുറിച്ച് ഏറ്റവും കടുത്ത വാക്ക് ഖുർആനും ഹദീസും പറഞ്ഞു. പലിശക്കാരന്റെ സമ്പത്ത് മുഴുവൻ അവൻ എത്ര വളർന്നാലും അതിന്റെ ഒടുക്കം തകർന്നു പോകും. ഹോസ്പിറ്റലുകളിൽ കൊടുത്തു തീർക്കും, തകർക്കും. ഖുർആനിന്റെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, പലിശയുടെ ഇടപാട് ചന്ദ്രനെ പോലെയാണ്. മാസത്തിന്റെ 1ാമത്തെ ദിവസം ഒന്നും കാണുകയില്ല, അതിങ്ങനെ വലുതായി 15 ആകുമ്പോൾ ഫുൾ മൂൺ ആകും എന്നതുപോലെ പലിശ വാങ്ങി വാങ്ങി കീശ ഇങ്ങനെ പെരുപ്പിക്കും. 15 കഴിഞ്ഞാൽ പതിയെ പോകാൻ തുടങ്ങും. 30 ആകുമ്പോൾ ചന്ദ്രൻ ആകാശത്തിൽ ഇല്ലാത്തതുപോലെ ഒരു ജീവിതം കൊണ്ട് നമ്മൾ നേടിയ പലിശ മുഴുവൻ ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് മഹാപാപിയായി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ മഹാവിപത്തിൽ നിന്ന് സൂക്ഷിക്കാൻ നാം ഓരോരുത്തർക്കും ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.